പുതിയ ബാച്ച് അനുവദിച്ച സാഹചര്യത്തിൽ +1 സീറ്റിനു വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾക്കുള്ള മാർഗനിർദ്ദേശക നിശാ ക്യാമ്പ് ഒരുക്കി പൊന്നാനി MLA ഓഫീസ്. പൊന്നാനിയിൽ നിന്ന് 50ലധികം കുട്ടികളുടെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ MLA ഓഫീസിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാർഗനിർദ്ദേശ ക്യാമ്പ് സംഘടിപ്പിച്ച് MLA KP നൌഷാദ് അലി. രക്ഷിതാക്കൾ ഉൾപ്പെടെ 100ഓളം പേർ പങ്കെടുത്ത ക്യാമ്പ് പൊന്നാനി MIHSS സ്കൂൾ പ്രിൻസിപ്പൽ നബീൽ തെക്കേക്കരത്ത്, ഇതേ സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനും ഹൈടെക് IT കോർഡിനേറ്ററും കൂടിയായ മുഹമ്മദ് സമീർ എന്നിവരാണ് നയിച്ചത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ക്യാമ്പിൽ പ്രവേശനം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടിക്രമങ്ങൾ അധ്യാപകർ വിശദീകരിച്ചു നൽകി. മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും വിശദമായി മനസ്സിലാക്കുന്നതിനും ഫോളോ ചെയ്യുന്നതിനും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുള്ള MLAയുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പും രൂപീകരിച്ചു. അർഹരായ എല്ലാ വിദ്യാർത്ഥികൾക്കും പരിസര പ്രദേശങ്ങളിൽ തന്നെ സീറ്റ് ലഭ്യമാക്കാനുള്ള ഇടപെടൽ MLA നടത്തുന്നുണ്ടെന്നും നിലവിൽ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ ലഭ്യമായ 4 സയൻസ് ബാച്ചുകളിലൂടെ 240 കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുമെന്നും നബീൽ മാഷ് വിശദീകരിച്ചു. രക്ഷിതാക്കളും കുട്ടികളും പ്രതീക്ഷിക്കുന്ന സ്കൂളിൽ തന്നെ പ്രവേശനം ലഭ്യമാക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. എങ്കിലും 100% പേർക്കും അവരവർ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ പ്രവേശനം ലഭിച്ചേക്കില്ല എന്ന വസ്തുത എല്ലാവരും ഉൾക്കൊള്ളണമെന്നും MLA അഭ്യർത്ഥിച്ചു. അതേസമയം തുടർ പഠനം ആഗ്രഹിക്കുന്ന കുട്ടിക്ക് പോലും അവസരം നഷ്ടപ്പെടാതിരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും MLA KP നൌഷാദ് അലി പറഞ്ഞു. 1ാം സപ്ലിമെന്ററി പ്രവേശനത്തിനു ശേഷമുള്ള മെറിറ്റ് വേക്കൻസിയോടൊപ്പം പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ അധികമായി അനുവദിച്ച 120 താൽക്കാലിക ബാച്ചുകളിലെ സീറ്റുകളും ചേർത്തുള്ള വേക്കൻസി സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ പ്രവേശനം നാളെ ജൂലൈ 25-ന് പ്രസിദ്ധീകരിക്കുമെന്നും MLA പറഞ്ഞു. ഇതുവരെ ഏകജാലക സംവിധാനത്തിൽ മെറിറ്റ് കോട്ടയിലും സ്പോർട്സ് കോട്ടയിലും പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് നാളെ മുതൽ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. പ്രവേശനം നേടിയ ജില്ലയ്ക്ക് അകത്ത് സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തോടെയുള്ള സ്കൂൾ മാറ്റത്തിനോ സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ 2026 ജൂലൈ 25 രാവിലെ 10 മണി മുതൽ 2026 ജൂലൈ 27 ഉച്ചയ്ക്ക് 1 മണി വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും MLA വിശദീകരിച്ചു. ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റായ hscap.kerala.gov.in ലഭ്യമാണ്. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ശേഷമുള്ള വേക്കൻസിയും മറ്റ് വിശദാംശങ്ങളും 2ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി 2026 ഓഗസ്റ്റ് 1-ന് പ്രസിദ്ധീകരിക്കുന്നതാണെന്ന് സംസ്ഥാന അക്കാദമിക് ജോയിന്റ് ഡയറക്ടർ പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നുണ്ടെന്നും MLA വിശദീകരിച്ചു. പ്രിയപ്പെട്ട KP നൌഷാദ് അലി അവർ തൻ്റെ നിയോജകമണ്ഡലത്തിലെ +1-ന് സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായി 4 ബാച്ചുകളാണ് പ്രിയപ്പെട്ട PD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം പൊന്നാനിക്ക് ലഭിച്ചിട്ടുള്ളത്. 4 അധിക ബാച്ചുകൾ. ഈ അധിക ബാച്ചുകളിൽ 240 കുട്ടികൾക്ക് എന്ത് ചെയ്യാം, പുതിയതായിട്ട് അഡ്മിഷൻ നേടാം. ഒരുപക്ഷെ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസകരമാകുന്ന ഒന്നാണ്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് +1-ന് സീറ്റ് നിഷേധിക്കപ്പെടുന്ന കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. പക്ഷേ പ്രിയങ്കരനായ നൌഷാദ് അലിക്ക MLA ആയതിനു ശേഷം വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയത്തിൽ ഈ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ആശങ്കകൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ളൊരു മീറ്റിംഗ് പ്രിയങ്കരനായ MLAയുടെ സാന്നിധ്യത്തിൽ തന്നെ വിളിച്ചത്. സൗജന്യമായിട്ട് +1 സീറ്റിന് അപേക്ഷിക്കാനുള്ള എല്ലാ സൗകര്യവും അതിനുവേണ്ടി ഇവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്, ഏർപ്പാടാക്കിയിട്ടുണ്ട്. മറ്റ് സൗകര്യങ്ങളോടുകൂടി ഇവിടെ തന്നെ പൊന്നാനി MLA ഓഫീസിൽ വന്ന് കുട്ടികൾക്ക് സൗജന്യമായിട്ട് എന്ത് ചെയ്യാം, +1 സീറ്റിനുള്ള അപേക്ഷകൾ ചെയ്യാം. മറ്റ് അക്ഷയയിൽ മറ്റ് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. MLA ഓഫീസിലുള്ള അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.